നമ്മളെപ്പോഴും കസ്റ്റമറിനോട് അറിഞ്ഞു പെരുമാറണം എന്ന് പറയും. അറിഞ്ഞു പെരുമാറുക എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കസ്റ്റമറിനെ നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസിനൊക്കെ വാങ്ങാൻ വന്ന ആളായിട്ട് മാത്രമായിരിക്കും പലപ്പോഴും നോക്കുന്നുണ്ടാവുക. ശരിക്കും നമുക്കൊരു ഫുൾ സ്റ്റോറി, ഒരു ഫുൾ പിക്ചർ കസ്റ്റമറിനെ പറ്റി കിട്ടണം. കസ്റ്റമർ വരുന്നതിന് മുന്നേ അവർക്കൊരു പെയിൻ പോയിന്റ് ഉണ്ട്, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുന്നുണ്ടാവുക. അത് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്നു, വാങ്ങാൻ എടുക്കുന്ന ഡിസിഷൻസ് കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പോട്ടെ, നമ്മുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി അവർ പോയി അത് യൂസ് ചെയ്ത് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് ബെനിഫിറ്റുകൾ, ഡിഫറെൻറ്റ് റിസൾട്ടുകൾ. അപ്പോൾ B2B ഒക്കെ ആകുമ്പോൾ റിസൾട്ടുകളായിരിക്കും. ഇങ്ങനെ ഒരു ഫുൾ പിക്ചർ നമ്മളെ മൈൻഡിൽ വേണം. നമ്മളെ ഫ്രെയിമിൽ നമ്മളെ ബിസിനസ്സിലേക്ക് അകത്തേക്ക് വരുന്നു, സെയിൽ വരെ നടക്കുന്നു, പോകുന്നു, അത്രേ നമ്മളെ ഫ്രെയിമിൽ ശരിക്കും ആക്ച്വലി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ചട്ടക്കൂടിൽ മാത്രം നോക്കിയാൽ പോരാ, ഒരു ഫുൾ പിക്ചറിൽ, ഒരു വൈഡ് റേഞ്ചിലുള്ള പിക്ചർ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കസ്റ്റമേഴ്സിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടെ ബിഫോർ ആഫ്റ്റർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്കഷനിൽ വരും. ഈ ഒരു പിക്ചർ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ വരിക, നമ്മൾ ആ പ്രൊഡക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പറയുക, ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കും. കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല, അവരുടെ സ്റ്റോറിയിൽ നമ്മൾ ഭാഗമാവാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ സെയിൽസിൽ, എസ്പെഷ്യലി സെയിൽസിലല്ലെങ്കിലും എല്ലാ കേസിലും നമ്മൾ ഇൻവോൾവ് ആവേണ്ടത് കസ്റ്റമറിൻ്റെ ഈ ഫുൾ സ്റ്റോറിയിലാണെന്നുള്ളത് മനസ്സിലാക്കുക. ആ സ്റ്റോറിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യും എന്നുള്ളതാണ്.